സന്തോഷ് ജി എപ്പോ വന്നാലും പറയുന്നതാ ഇത് ന്യൂസ് ഇടുന്നതിനാ ഇത് പോപ്പുലാരിറ്റിയിൽ കൊണ്ടുവരുന്നതിനാ സന്തോഷ് ജി എങ്ങനെ പോപ്പുലർ ആയി ടൈം വേസ്റ്റ് ചെയ്യല്ലേ വേഗം ചെന്ന് പറയൂ സോഷ്യൽ മീഡിയയില് സന്തോഷ് ജിയുടെ കണ്ടന്റ് സന്തോഷ് ജി വെച്ച് കണ്ടന്റ് ആക്കിയതുകൊണ്ടാണ് സന്തോഷ് ഞാൻ ആർക്കും അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഏട്ടാ പ്ലീസ് എന്റെ ഇന്റർവ്യൂ എടുക്കുമെന്ന് ഞാനൊരു ഹോട്ടൽ എടുത്ത് ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇൻസ്റ്റയിൽ പൈസ കിട്ടുന്നില്ലെന്നായാൽ അണ്ണനി പരിപാടി നിർത്തുവോ? അദ്ദേഹം പണി തുടരും എന്ന് വരെ അറിയോ? ഇതേപോലുള്ള യൂട്യൂബേഴ്സ് എന്ന് വരെ ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കുന്നോ അന്ന് വരെ ഇദ്ദേഹം തുടരും. എന്ന് ഇവര് നിർത്തുന്നു അന്ന് ഇദ്ദേഹം പണി നിർത്തും. അങ്ങനെ ഞങ്ങൾ പണി നിർത്തുന്ന ദിവസം ഈ സന്തോഷ് പണിയിട്ടും വീട്ടിൽ ബാക്കിയുള്ളവരുടെ പോലത്തെ മൂന്നാംകിട ചാനലിനേക്കാൾ സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. പറയാൻ പറ്റൂ സ്വന്തമായി കോമാളിത്തരം മൂന്നാംകിട ചാനലായിട്ട് മലയാളികളുടെ മുന്നിൽ വളർന്നു വന്നു. ഇവരെ പോലത്തെ മൂന്നാംകിട ചാനലിനെ മറ്റുള്ളവർ വേണം. ഇവരെ പോലത്തെ ചാനലിന് പണം ഉണ്ടാക്കണമെങ്കിൽ എക്സ് വൈ വേണം. അവന്റെ മോശവും അല്ലെങ്കിൽ അവന്റെ കോമാളിത്തരും അവളുടെ അഡൽട്ടും കാണിച്ച് അടിച്ചു മാറ്റിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. സന്തോഷ് പണ്ഡിറ്റിന്റെ പൈസ ഉണ്ടാക്കാൻ ഇതേപോലത്തെ മറ്റവൻ വേണ്ട. വണ്ടി തള്ളാൻ വേറൊരു സഹായം വേണ്ട, ഞാൻ മാത്രം മതി. എന്നെ ഈ യൂട്യൂബ് ചാനലുകാർ വിളിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും സന്തോഷ് പണ്ഡിറ്റ് നിലനിൽക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവൻ ഇല്ലെങ്കിൽ ഇവർ വട്ടപൂജ്യമാണ്. ഇവർ മൂന്നാംകിട ചാനൽ മാത്രം. ശരിയല്ല, ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. സന്തോഷ് പണ്ഡിറ്റിന്റെ ആദ്യ കാലഘട്ടത്തിൽ ചാനൽ ചർച്ച മുതൽ ഇദ്ദേഹത്തിന്റെ സിനിമ മുതൽ നോക്കിക്കഴിഞ്ഞാൽ അപരാധം എന്ന് പറഞ്ഞിരുന്ന മനുഷ്യനിൽ നിന്ന് ഞാൻ മാറി. ഒരു ശക്കല കുഴപ്പമുണ്ട്. സ്വന്തം ഫ്രസ്ട്രേറ്റഡ് ആവുമ്പോ ഇതേപോലെ ബുള്ളി ചെയ്യുന്ന ഈ കൾച്ചർ ഇന്ന് ഇവിടെ എക്സ്പോസ്ഡ്. ഒരു പൂശ വെച്ചോണ്ടല്ലോ അദ്ദേഹത്തിന്റെ മൂന്നാംകിട ചാനൽ എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം പറഞ്ഞു സന്തോഷ് പണ്ഡിറ്റിനെ കുറിച്ച് വളരെ മോശമായിട്ട് അദ്ദേഹം പറഞ്ഞു. സന്തോഷ് പണ്ഡിറ്റിന്റെ കോമാളിത്തരം അത് കഴിഞ്ഞിട്ടാണ്. അതാണോ കാര്യം? അല്ല, അങ്ങനെ ഹത്യ ചെയ്ത സായിയെ ന്യായമാണോ ഇത് നായന്റെ മുഖത്ത് നോക്കി പറയാനുള്ള സ്വഭാവം സന്തോഷം പഠിച്ചോണ്ടാണ് സായിയോട് സായി എന്റെ കോമാളിത്തരം പറഞ്ഞപ്പോ എടാ നിന്റെ മൂന്നാംകിട ചാനലല്ലേ ചോദിച്ചേ. സന്തോഷ് പണ്ഡിറ്റിനോട് തിരിച്ചു സന്തോഷ് പണ്ഡിറ്റിന് കോമാളിത്തരം പ്രശ്നമായി. കോമാളിത്തരം മോശമായിട്ടുള്ള ഒരു കാര്യമാണോ? നല്ല കാര്യമാണ് കോമാളിത്തരം. മോശമല്ല.